അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നത് അടിപൊളി ഗീ കേക്ക് റെസിപ്പി ആയിട്ടാണ്. എണ്ണയോ ബട്ടറോ യൂസ് ആക്കാതെ നെയ്യ് യൂസ് ആക്കിയിട്ട് തന്നെ ഉണ്ടാക്കുന്ന ഒരു കേക്ക് റെസിപ്പിയാണിത്. നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ മേങ്ങുന്ന അതേ ടേസ്റ്റിൽ തന്നെ ഓവനില്ലാതെ നല്ല ഈസി ആയിട്ട് പുരയിൽ തന്നെ ഉണ്ടാക്കിയിട്ടെടുക്കാം. അപ്പോൾ ഈ ഒരു ടേസ്റ്റി ഗീ കേക്ക് റെസിപ്പി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ഇല്ലേ, നമുക്ക് ഫസ്റ്റ് ഇതിന് വേണ്ടിയിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് അരച്ചിട്ടെടുക്കണം. അതിനായിട്ട് 1 കപ്പ് മൈദ ഒരു അരപ്പയിലേക്ക് ഇട്ട് കൊടുക്കുക. ഞാനിവിടെ 250 ml കപ്പാണ് യൂസ് ആക്കുന്നുള്ളത്. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ പാൽപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് തന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് ഇതെല്ലാം ഒന്ന് അരച്ചിട്ടെടുക്കാം. ഇനി ഈ അരച്ചിട്ടെടുത്ത മൈദ മിക്സ് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം. ഏകദേശം 2-3 മിനിറ്റ് തന്നെ നേരെ എടുത്തിട്ട് തന്നെ നല്ലോണം മിക്സ് ആക്കാം. അപ്പം നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇവിടെ റെഡിയായി. ഇനി ഇത് നമുക്കൊന്ന് മാറ്റിയേക്കാം. ഇനി അടുത്തത് നമുക്ക് കേക്ക് ബേക്ക് ആക്കാനുള്ള ഓവൻ സെറ്റപ്പ് റെഡിയാക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു വലിയ പാത്രം അടുപ്പിൽ വെച്ച് കൊടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഒരു ചെറിയ സ്റ്റാൻഡ് വെച്ച് കൊടുത്തിട്ട് മീഡിയം ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ആവാൻ വേണ്ടിയിട്ട് നമുക്കിത് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് കേക്കിന് വേണ്ട ബാറ്റർ ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കാം. അതിനായിട്ട് ഞാനിവിടെ 4 മുട്ട ഒരു ബൗളിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് ഉപ്പുപൊടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് തന്നെ 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ആദ്യം നമുക്ക് 1-2 മിനിറ്റ് ബീറ്റ് ചെയ്യാം. ഇങ്ങനെ ആക്കുമ്പോഴത്തേക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടും നമ്മളെ കേക്ക്. ഞാനിപ്പോൾ 2 മിനിറ്റ് ബീറ്റ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1 കപ്പ് പൊടിച്ച പഞ്ചാര ഇതിലേക്കിട്ട് കുറച്ചായിട്ട് എടുത്തിട്ട് ബീറ്റാക്കിയിട്ട് എടുക്കണം. ഒന്നിച്ചിട്ട് ഫുള്ള് ഇട്ട് കൊടുക്കണ്ട. 2-3 ഓട്ടായിട്ട് കുറച്ചായിട്ട് ഇട്ടിട്ട് ബീറ്റ് ചെയ്യാം. ഫുള്ള് പഞ്ചാര ഇങ്ങനെ തീർന്നിടത്തോളം നല്ല പോലെ ബീറ്റ് ചെയ്തെടുക്കാം. പഞ്ചാരെല്ലാം ഇട്ടിട്ട് കൊടുത്തിട്ടായിട്ട് ഒരു 2 മിനിറ്റും കൂടി നല്ല പോലെ ബീറ്റ് ചെയ്തെടുക്കാം. അപ്പം നമ്മൾ ഈ എഗ്ഗ് ബാറ്റർ നല്ല ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ടാവും. ഇങ്ങനെ ഫ്ലഫി ആയി വന്നെങ്കിൽ മാത്രം നമ്മളെ കേക്ക് നല്ലോണം സ്പോഞ്ചി ആയിട്ടും സോഫ്റ്റ് ആയിട്ടും നല്ല പൊങ്ങിയിട്ട് കിട്ടും. അപ്പോൾ ഈ എഗ്ഗ് ബീറ്റ് ചെയ്യുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കാം. നല്ല പോലെ തന്നെ നമ്മളിത് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ എഗ്ഗ് ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഏകദേശം 8 മിനിറ്റോളം ഞാൻ ഈ ബാറ്റർ ബീറ്റാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ ഫസ്റ്റ് അരച്ചിട്ട് വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഡ്രൈ ഇൻഗ്രീഡിയൻസ് നോക്കും കുറച്ചായിട്ട് ഇട്ടിട്ട് വേണം നമുക്കിത് മിക്സ് ആക്കിയിട്ട് എടുക്കാൻ. ലോ സ്പീഡിൽ വേണം ബീറ്റർ ഉപയോഗിച്ചിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കാൻ. ഇല്ലെങ്കിൽ സ്പാച്ചില ഉപയോഗിച്ച് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ മിക്സ് ആക്കിയിട്ട് എടുത്തെങ്കിൽ മതി. അങ്ങനെ എല്ലാ ഡ്രൈ പൊടിയും നമുക്ക് ഇതേപോലെ തന്നെ ലോ സ്പീഡിൽ മിക്സ് ആക്കിയിട്ട് എടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഗീ ചേർത്ത് കൊടുക്കണം. 1/2 കപ്പ് ഗീ ആണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. 1/2 കപ്പ് ഗീ മെൽട്ടാക്കിയിട്ട് എടുത്തിട്ട് വേണം നമുക്കിത് ചേർത്ത് കൊടുക്കാൻ. മെൽട്ടാക്കിയിട്ട് ചൂടോടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണ്ട. കുറച്ച് തണിഞ്ഞതിന് ശേഷം വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ നമ്മളെ ബാറ്ററെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സൈഡിലുള്ളതൊക്കെ കൂടി ഒന്ന് ഒരു സ്പാച്ചിൽ ഉപയോഗിച്ച് വടിച്ചെടുത്തിട്ട് ചെറുതായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം. അപ്പം നമ്മളെ ബാറ്റർ ഇവിടെ റെഡിയായി. ഇനി നമുക്ക് ഈ റെഡിയാക്കിയ ബാറ്റർ നമ്മളെ കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കുക. കേക്ക് ടിന്ന് ഞാൻ ഗീ ഉപയോഗിച്ച് ഗ്രീസ് ആക്കിയിട്ട് അടിയിൽ ബട്ടർ പേപ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ടായിന്. ഇനി നമ്മളെ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നല്ല പോലെ ടാപ്പ് ചെയ്തെടുക്കാം. ഇതിലുള്ള ബബിൾസൊക്കെ പോകാനാണ് ഇങ്ങനെ ടാപ്പ് ചെയ്തിട്ട് എടുക്കുന്നത്. ഇനി നമ്മൾ പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ച ആ ഓവൻ സെറ്റപ്പിലെ അതിലേക്ക് ഈ കേക്ക് ടിന്ന് ഇറക്കി വെക്കാം. നമ്മളെ ഓവൻ സെറ്റപ്പ് നല്ല ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇത് ഇറക്കി വെച്ചിട്ട് മൂടിയ ശേഷം നമുക്കിതിൽ ഫ്ലെയിം നല്ലോണം കുറച്ച ശേഷം നമുക്ക് ഇതൊരു 30 മുതൽ 35 മിനിറ്റ് വരെ ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ എനിക്കിവിടെ
കറക്റ്റ് 30 മിനിറ്റ് കൊണ്ട് തന്നെ ബേക്കായിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു 30 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പം ഞാൻ ഒരു ടൂത്ത് പിക്ക് ഉപയോഗിച്ച് കുത്തി നോക്കിയപ്പോൾ നല്ലോണം വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇത് തണുക്കാനായിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മളെ കേക്ക് ഇവിടെ നല്ലോണം തണുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് ഈ ടിന്നിൽ നിന്ന് മാറ്റിയ ശേഷം നമുക്കിത് കട്ട് ചെയ്ത് നോക്കാം. ഇതാ നമ്മളെ കേക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, നല്ലോണം പൊന്തിയിട്ടും വന്നിട്ടുണ്ട്. അത്ര തന്നെ സോഫ്റ്റ് ഉണ്ട്. ഈ കേക്ക് കാണുന്ന പോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ ഒരിക്കലെങ്കിലും ഉണ്ടാക്കിയിട്ട് നോക്കണം. അപ്പോൾ പിന്നെ നിങ്ങൾ ഇതേ ഉണ്ടാക്കൂ. പിന്നെ വൈകുന്നേരം നമുക്ക് ചായക്കും പിന്നെ പിള്ളേർക്ക് സ്നാക്സ് ആയിട്ടൊക്കെ കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു കേക്കിൻ്റെ റെസിപ്പിയാണിത്. നമ്മൾ ബേക്കറിയിൽ കിട്ടുന്ന അതേ ടേസ്റ്റ് തന്നെ ഇനി കിട്ടുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. അതേപോലെ തന്നെ ഇടത്തോളം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ആക്കിയത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം.